ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് ഹൈലൈറ്റ് മാൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണേ. സൺഡേ ഒക്കെ അല്ലേ, ഒന്ന് പുറത്ത് പോയിട്ട് വരാം, ഹൈലൈറ്റ് മാളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് പോകുന്നതാണ്. ഒന്നും മേടിക്കാനുള്ള ഉദ്ദേശമൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും ഡ്രസ്സ് മാറിയിരിക്കുക, എന്നെ മാത്രം ഡ്രസ്സ് മാറ്റിയില്ല അല്ലേ എന്നുള്ളൊരു എക്സ്പ്രഷൻ ഇട്ടിട്ടാണ് കേട്ടോ ആൾക്ക് എടുക്കണത്. എവിടെയെങ്കിലും പോകാനാണെന്നുണ്ടെങ്കിലേ ആദ്യം ഞാൻ ഫുള്ള് ചേഞ്ച് ആയി കഴിഞ്ഞ് പോകണ ആ ഒരു ടൈമോട് കൂടിയിട്ടാണ് അല്ലേ ബേബിനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യിക്കാറുള്ളൂ കേട്ടോ. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളിങ്ങനെ വായിൽ കൈ ഇങ്ങനെ കുത്തിത്തിരികി ചിലപ്പോൾ ഒന്ന് തേട്ടി വരും. അപ്പോൾ പിന്നെ അത് വീണ്ടും നമ്മൾ മാറ്റിക്കേണ്ടി വരും. എല്ലാം കഴിഞ്ഞ് പോകണ നേരമാകുമ്പോഴാണ് മാറ്റിച്ച് സെറ്റ് ആക്കുള്ളൂ. അതോടുകൂടി തന്നെ ചിലപ്പോൾ ആൾ ഉറങ്ങുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഞങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ നേരെ മാളിലേക്ക് പോകണം കേട്ടോ. ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഒന്ന് ടൗണിൽ പോയിട്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നമുക്ക് നടത്താനുണ്ടായിരുന്നു. കാരണം നെക്സ്റ്റ് വീക്കോ അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് വീക്കോ ഒക്കെ ആയിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോവാണ്. കാരണം ഡെലിവറി കഴിഞ്ഞിട്ട് ഒരു 3 മാസമൊക്കെ കഴിയുമ്പോൾ നമ്മൾ ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോകുമല്ലോ. അങ്ങോട്ട് പോകുമ്പോഴേക്കും ഉണ്ണിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് എൻ്റെ പാരൻസ് മേടിച്ച് തരും. അങ്ങനെയൊക്കെ ഉണ്ട്. സോ അതൊക്കെ മേടിക്കാനൊക്കെ ആയിട്ട് പോവാം എന്നാണ് ഇന്ന് വിചാരിച്ചിരുന്നത്. പിന്നെ നമ്മുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റം വന്ന് ഞങ്ങൾ പിന്നെ ഹൈലൈറ്റ് മാൾ കാണാൻ പോയിട്ടോ. അതാണ് ഉണ്ടായത്. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട് ഒല്ലൂർ പെട്രോൾ പമ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹൈലൈറ്റ് മാൾ ഉള്ളത് തൃശ്ശൂർ കുട്ടനല്ലൂരാണ്. സോ പോകുന്ന വഴിയിൽ നമ്മൾ ഒല്ലൂർ കയറി പെട്രോളൊക്കെ അടിച്ച് അങ്ങനെ നേരെ ഹൈലൈറ്റ് മാളിലെത്തി. സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ക്രൗഡഡ് ആണ്. പിന്നെ ഞങ്ങൾ നേരെ കാർ പാർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് പോയി. നമ്മുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇൻസ്റ്റാഗ്രാമിലായാലും കമൻറ്റ് സെക്ഷനിലായാലും എനിക്ക് കമൻറ്റ്സ് വരാറുണ്ട്. ലേനെ കൊണ്ട് പുറത്തു പോകുമ്പോൾ അവളുടെ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, വാശി പിടിക്കാറുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട്. ലേക്കുട്ടിനെ കൊണ്ട് പുറത്ത് പോകുന്ന ടൈമിൽ ഞാൻ അവൾക്ക് നല്ലോണം ഫീഡ് ചെയ്യും, എന്നിട്ടാണ് അവളെ കൊണ്ടുപോകാറുള്ളത്. പിന്നെ ആളെ സംബന്ധിച്ച് ആൾ എവിടെ പോയാലും കിടന്നുറങ്ങുന്ന ഒരു ടൈപ്പാണ്. ഇതുവരെ അങ്ങനെയാണ്. ഇനി വലുതാകുമ്പോൾ ചിലപ്പോൾ മാറ്റം വരുമായിരിക്കും. പക്ഷേ ഇതുവരെയും അങ്ങനെ വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും അവളെ കൊണ്ടുപോയിട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്ന അമ്മമാരാണെന്നുണ്ടെങ്കിൽ ഉണ്ണികളെ കൊണ്ടുപോകുന്ന ടൈമിൽ എപ്പോഴും ഒരു ടവലോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ടർക്കിയോ കാര്യങ്ങളോ കയ്യിലെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതാണെന്നുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കും. ഇൻ കേസ് ചിലപ്പോൾ ഇപ്പം എല്ലാ സ്ഥലത്തും ഉണ്ട് ഫീഡിങ് റൂംസ് ഒക്കെ അവൈലബിൾ ആണ്. എന്നാലും എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഒരു ടർക്കിയോ ടവലോ എടുത്ത് പിടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. സോ അങ്ങനെ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ആ ടർക്കി വെച്ച് കവർ ചെയ്തിട്ടെങ്കിലും നമുക്ക് അവരെ ഫീഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കാറൊക്കെ പാർക്ക് ചെയ്തു ഞങ്ങളിത് മാളിലേക്ക് എൻട്രി ചെയ്യാൻ പോവാണ്. ലേക്കുട്ടനെ നല്ലോണം ഫീഡ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് തന്നെ അവള് നല്ല ഉറക്കാണ് കേട്ടോ. അപ്പം നല്ലോണം വയറ് നിറഞ്ഞാൽ അവള് കുറേ നേരം കിടന്ന് ഉറങ്ങിക്കോളും. പിന്നെ വിശക്കുമ്പോഴാണ് പിന്നെ എണീറ്റ് കരയുള്ളൂ. നൈറ്റ് പോകുന്നതുകൊണ്ടും പിന്നെ മാളിലേക്ക് ആയതുകൊണ്ട് ഫുൾ ഈസി കാര്യങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ എപ്പോഴും നമ്മൾ അവരെ കംഫർട്ടബിൾ ആക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരെ കൊണ്ട് വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടാവില്ല. ലേക്കുട്ടനെ ഞാനപ്പോൾ ഒരു ക്യാപ്പ് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു റോംബറൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതാകുമ്പോൾ നമുക്ക് എക്സ്ട്രാ ടർക്കി കാര്യങ്ങളൊന്നും അവരുടെ മേത്തക്കൂടെ ഇടണ്ട. അങ്ങനെ ആകുമ്പോൾ അവർക്ക് കിടക്കാനും കംഫർട്ടബിൾ ആണ്, നമുക്ക് എടുക്കാനായാലും കംഫർട്ടബിൾ ആണ്. എനിക്ക് ആവശ്യമായിട്ടുള്ള ഒരു പാമ്പേഴ്സും അതുപോലെ ടർക്കിയൊക്കെ നമ്മുടെ ഹാൻഡ് ബാഗിൽ ക്യാരി ചെയ്താൽ മതി. ഇതാകുമ്പോൾ കുഞ്ഞുണ്ണികളല്ലേ, എപ്പോഴും ആവശ്യം വരാമെന്ന് പറയാൻ പറ്റില്ല. അത്യാവശ്യം നടന്ന് കാണാനുള്ളതുണ്ടോയെന്ന് ചോദിച്ചാലുണ്ട്. മാക്സിലൊക്കെ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ മാക്സിലോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഒന്നും വാങ്ങിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ജസ്റ്റ് എല്ലാം ഒന്ന് കണ്ട് എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കയറിയതാണ്. ബട്ട് കയറിയപ്പോൾ അടിപൊളി കളക്ഷൻസ് ഉണ്ടായിരുന്നു. 199 ടീഷർട്ട്സൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പക്ഷെ ഞാനൊന്നും മേടിക്കാൻ തന്നില്ല. കാരണം ഞാൻ ഒരു 2 വീക്സ് മുന്നേ സ്റ്റുഡിയോയിൽ പോയി അവിടെ നിന്ന് കുറേ എടുത്ത് കൂട്ടിയിട്ടാണ് വന്നത്. അപ്പോൾ ഇനി എടുക്കണ്ടല്ലോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല. കിഡ്സിൻ്റെ ഡ്രസ്സിനൊക്കെ നല്ല കളക്ഷനും ഓഫറും ഉണ്ടായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഈ ബേബി ഗേൾസിൻ്റെ ഡ്രസ്സ് കാണുമ്പോഴേ എനിക്കിപ്പോൾ ഡ്രസ്സിൻ്റെ കടയിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് എടുക്കാനല്ല ഞാൻ നോക്കുക, ഞാൻ ലേക്കോട്ടിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യും. പക്ഷേ ഞാൻ അവൾക്കൊന്നും വാങ്ങിച്ചില്ല. കാരണം അവൾക്ക് ബർത്ത് ടൈമിലും ബാപ്റ്റിസത്തിനൊക്കെ പ്രസൻറ്റ് കിട്ടിയിട്ടുള്ള ഡ്രസ്സുകൾ തന്നെ ഇട്ട് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അത്യാവശ്യം സോഫ്റ്റ് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ലൈക്കോട്ടനൊക്കെ വലുതായിട്ട് വേണം ഈ ടോയ്സിൻ്റെ ഏരിയയിലേക്കൊക്കെ ഒന്ന് കിടക്കാൻ. പിന്നെ നേരെ ഞങ്ങൾ ഫുഡ് കോർട്ടിലോട്ട് പോയിട്ടോ. അവിടെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റഷ് ഉണ്ട്. കാരണം ഇന്ന് സൺഡേ ആണല്ലോ. അപ്പോൾ അത്യാവശ്യം ആൾക്കാർ അവിടെ ഫുഡ് കോർട്ടിലൊക്കെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. സോ ഞങ്ങളങ്ങനെ നേരെ പോയിട്ട് നമ്മൾ KFC ഓർഡർ ചെയ്യാനായിട്ട് നിന്ന്. ഇവിടെയും ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ ഓർഡർ ചെയ്യണം കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് ടൈം എടുക്കണുണ്ട് ഓർഡർ ചെയ്യാനായിട്ട്. ഞാൻ ഒരെണ്ണം പറയുമ്പോൾ അവൾ പറയും അത് വേണ്ട. അങ്ങനെ നോക്കിയിട്ടൊക്കെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ച് ടൈം അവിടെ എടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് വെയിറ്റിംഗ് ടൈം ഉണ്ടാവുമല്ലോ. പിന്നെ നമുക്ക് നമ്മുടെ ഓർഡർ ചെയ്ത ഐറ്റം കിട്ടി. അപ്പോൾ ഞങ്ങൾ പപ്പയുടെ അടുത്ത് അമ്മയുടെ അടുത്ത് അവിടെ പോയി ഇരുന്നു എന്ന് പറഞ്ഞിട്ട്. കാരണം ഇവിടെ എല്ലാവരും കൂടി നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞങ്ങൾ അവർ ഓൾറെഡി അവിടെ സീറ്റൊക്കെ പിടിച്ച് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിതാ ഇവിടെ നിന്ന് ഇതൊക്കെ എടുത്തിട്ട് അവരുടെ അടുത്ത് പോയിട്ടോ. പപ്പ ഇത് കഴിക്കില്ല കേട്ടോ. അപ്പോൾ പപ്പ ചായയും പിന്നെ വേറെ എന്തോ ആണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ എല്ലാവരും കൂടി ഇതൊക്കെ കഴിച്ചു. ലേക്കോട്ടൻ നല്ല ഉറക്കമാണ്. അവളൊന്നും അറിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ നിന്ന് നല്ലോണം ഫീഡ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് വലിയ ഇഷ്യൂസ് ഒന്നും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ താഴേക്ക് പോകുന്ന ടൈമിലാണ് അവിടെ വെച്ചിട്ട് പപ്പേനും മമ്മീനും കണ്ടത്. ഇതെൻ്റെ ചേട്ടൻ്റെ പപ്പയും മമ്മിയും ബ്രദറാണ് കേട്ടോ. അപ്പോൾ അവരും ഹൈലൈറ്റ് മാൾ കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അവിടെ വെച്ച് ഞങ്ങൾ രണ്ടുപേരും 2 ഫാമിലീസും തമ്മിൽ കണ്ടുമുട്ടി. പിന്നെ ഞങ്ങൾ മുകളിലത്തെ ഇതിലാണ് കാർ പാർക്ക് ചെയ്തിട്ട് അങ്ങനെയാണ് എൻ്റർ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ലുലു ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ലുലു ഡെയിലി കാണാനായിട്ട് കയറി. അങ്ങനെ ഞങ്ങളുടെ ഹൈലൈറ്റ് മാൾ വിസിറ്റ്
വിസിറ്റിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഞങ്ങൾ ഇനി നേരെ വീട്ടിലോട്ട് പോവാണ്. ലൈക്കുട്ടൻ എന്താ ഇപ്പോഴും കിടന്ന് ഉറങ്ങാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സോ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.